ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. MS വേർഡിൻ്റെ പാർട്ട് 11 വീഡിയോ ആണ്. ബയോഡേറ്റ എന്നാൽ ബയോഗ്രഫിക്കൽ ഡേറ്റയാണ്. അതിനകത്ത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളായിരിക്കും കൂടുതലായി കൊടുക്കുന്നത്. അതുപോലെ എല്ലാം വളരെ പ്രിസൈസായിട്ട്, അതായത് ചുരുക്കമായിട്ടായിരിക്കും കൊടുക്കുന്നത്. നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയാലും വർക്ക് എക്സ്പീരിയൻസ് ആയാലും സ്കിൽസ് ആയാലും എല്ലാം ചെറിയ വാചകങ്ങളിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ ഒരു ബയോഡേറ്റ സാധാരണയായി നമുക്ക് ഒരു പേജിൽ തന്നെ നിർത്താവുന്നതാണ്. പിന്നീട് അഥവാ തികഞ്ഞില്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലാക്കിയതുപോലെ 2 പേജിലേക്ക് നമുക്ക് ആക്കാവുന്നതാണ്. ഇത് കൂടുതലും എൻട്രി ലെവൽ ജോബ്സ്, മാട്രിമോണിയൽ പേർപ്പസസ് ഇതിനൊക്കെ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ചെറിയ സ്ഥാപനങ്ങളിലൊക്കെ ജോലിക്ക് ബയോഡേറ്റ കൊടുത്താൽ മതിയാകും. ബയോഡേറ്റയിൽ ഫോട്ടോ പേസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമല്ല. എന്നാൽ ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഫോട്ടോ പേസ്റ്റ് ചെയ്യണം. ഓൺലൈനായിട്ടാണ് നമ്മൾ ബയോഡേറ്റ അയക്കുന്നതെങ്കിൽ നമ്മുടെ ഫോട്ടോ ബയോഡേറ്റയിൽ ഇൻസേർട്ട് ചെയ്യുകയാണ് വേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ബയോഡേറ്റയാണിത്. ഫോട്ടോ ഇൻസേർട്ട് ചെയ്യാനായി ഇപ്പോൾ കഴ്സർ ഇവിടെ നിൽക്കുകയാണ്. മറ്റെവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ നമ്മളിവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴ്സർ ഇവിടെ കൊണ്ടുവരിക. അതിനുശേഷം 2 തവണ എൻ്റർ കീ പ്രസ് ചെയ്ത് ഈ മാറ്റർ താഴേക്ക് കൊണ്ടുവരിക. പിന്നീട് നമുക്ക് കഴ്സർ ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരാം. അതിനുശേഷം ബോൾഡ്, അതുപോലെ അണ്ടർലൈൻ ഇതൊക്കെ ആക്റ്റീവായി കിടക്കുകയാണ്. അത് ലെഫ്റ്റ് ക്ലിക്ക് കൊടുത്ത് ഇനാക്റ്റീവ് ആക്കുക. പിന്നെ ഇൻസേർട്ട് ടാബ് സെലക്ട് ചെയ്യുക. അതിനുശേഷം പിക്ചേഴ്സ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഫ്ലവേഴ്സിൻ്റെ പിക്ചേഴ്സാണ് കിടക്കുന്നത്. അതിലൊരെണ്ണം ഞാനിപ്പോൾ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇൻസേർട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ കഴ്സർ ഇവിടെയാണ് നിന്നത്, അവിടെയാണ് ഈ ഫ്ലവറിൻ്റെ പിക്ചർ വന്നിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഈ സൈഡിലോട്ട് കൊണ്ടുപോകണം. അതിനായിട്ട് കഴ്സർ ഇവിടെ കൊണ്ടുവരിക. ഇവിടെ ഒന്ന് ഈ ഭാഗത്തൊന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കഴ്സർ ഇവിടെ വന്നിട്ടുണ്ട്. നല്ലതുപോലെ കാണാൻ പറ്റിയില്ലെങ്കിലും ചെറുതായിട്ട് ബ്ലിങ്ക് ചെയ്ത് നമുക്ക് കാണാം. ഇനി സ്പേസ് ബാർ ലോങ് പ്രസ് ചെയ്യുക. ഏകദേശം നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ നമുക്ക് സ്പേസ് ബാർ റിലീസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നോക്കുമ്പോൾ മുകളിൽ മാർജിൻ ഒരുപാട് കിടക്കുന്നത് കാണാം. അത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അതിനായിട്ട് കഴ്സർ മുകളിലേക്ക് കൊണ്ടുപോവുക. അതിനുശേഷം ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ അത് കറക്റ്റ് പൊസിഷനിലാണെന്ന് നമുക്ക് കാണാം. ഇനി താഴേക്ക് വരിക. ഇപ്പോൾ ഡിക്ലറേഷൻ എന്നുള്ളത് താഴേക്ക് പോയിട്ടുണ്ട്. ഈ ഡിക്ലറേഷൻ എന്നുള്ള ഈ ഒരു ഹെഡിങ് മാത്രമാണ് ഇവിടെ കിടക്കുന്നത്. അത് നമുക്ക് അടുത്ത പേജിലേക്ക് കൊണ്ടുപോകാം. ഇങ്ങനെ നമുക്ക് ഫോട്ടോ ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായി റെസ്യൂമെയാണ്. ഇത് താരതമ്യേന കുറച്ചുകൂടി വലിയ കമ്പനീസിലൊക്കെ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോഴാണ് റെസ്യൂമെ ഉപയോഗിക്കുന്നത്. കോർപ്പറേറ്റ് ജോബ്സിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ റെസ്യൂമെയാണ് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് സെക്ഷനായിട്ട് നമ്മുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസും എക്സ്പീരിയൻസിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. എന്നാൽ റെസ്യൂമെയിൽ പേഴ്സണൽ ഡീറ്റെയിൽസിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ടോപ്പിൽ നമ്മുടെ പേര്, മെയിൽ ID, ഫോൺ നമ്പർ, അഡ്രസ്സ് എന്നിവയൊക്കെ കൊടുത്താൽ മതിയാകും. അതിന് ശേഷമായിട്ട് വരുന്ന ഭാഗത്ത് നമുക്ക് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന ആ ജോബ് ടൈറ്റിൽ ആ ഒരു ഭാഗത്ത് വരത്തക്ക വിധത്തിൽ നമുക്ക് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ആ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഓബ്ജക്റ്റീവ്സ് കൊടുക്കാം. നമുക്ക് ഈ ജോലി കിട്ടിയാൽ ആ ജോലി ഏത് രീതിയിൽ നമുക്കത് ചെയ്യാം, അതുപോലെ നമ്മുടെ കരിയർ പ്രോസ്പെക്ട്സ് എന്തൊക്കെയാണ്, നമ്മുടെ കരിയർ ലൈഫിൽ എത്രമാത്രം ഉയരുവാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമ്മൾ ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. അതുപോലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. സ്കിൽസിൻ്റെ ഡീറ്റെയിൽസൊക്കെ നല്ല രീതിയിൽ നമുക്ക് ബയോഡേറ്റയേക്കാൾ നല്ല രീതിയിൽ നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ലാംഗ്വേജസിനെ കുറിച്ച് അല്പം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു പ്രൊഫഷ്യൻസി ലെവലൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലെ നമുക്കെന്തെങ്കിലും ഹോബീസ് ഉണ്ടെങ്കിൽ അതുമൊക്കെ ഇവിടെ മെൻഷൻ ചെയ്യാം. പിന്നീട് റെഫറൻസ് നമുക്കിവിടെ കൊടുക്കാം. നമ്മുടെ എംപ്ലോയർക്ക് നമ്മളെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾക്ക് മറ്റാരെങ്കിലും റെഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നമുക്ക് കൊടുക്കാം. അഥവാ അങ്ങനെ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ റെഫറൻസ് എന്ന് കൊടുത്തിട്ട് അവൈലബിൾ അപ്പോൺ റിക്വസ്റ്റ് എന്ന് കൊടുത്തിരുന്നാൽ മതി. റെസ്യൂമെ എങ്ങനെ ആയാലും നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത് വരുമ്പോൾ ഒരു 2 പേജെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഏതായാലും ഒരു 2 പേജസിൻ്റെ ലെങ്ത് വരുന്നതായിരിക്കും.
അതൊരല്പം കൂടിയാലും കുഴപ്പമില്ല, എങ്കിലും ഒരു 2 പേജസ് എങ്കിലും കുറഞ്ഞത് ഉണ്ടായിരിക്കണം. ഇനി അടുത്തതായി കരിക്കുലം വിറ്റാe അഥവാ CV. CV എന്ന് പറയുമ്പോൾ റെസ്യൂമേയേക്കാളും അല്പം കൂടി ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മളതിനകത്ത് കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത്. ഇവിടെയും എന്നാൽ പേഴ്സണൽ ഡീറ്റെയിൽസിന് ബയോഡേറ്റ പോലെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നില്ല. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സെക്ഷനായിട്ട് കൊടുക്കാം. അതുപോലെ റെസ്യൂമെയിലായാലും CVയിലായാലും നമ്മൾ ഓരോ സെക്ഷൻ കൊടുക്കുമ്പോൾ ആ സെക്ഷന് നമ്മൾ ഹെഡിങ് കൊടുക്കണം. ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ സെക്ഷനിൽ എഡ്യൂക്കേഷൻ എന്ന് നമ്മൾ ഒരു ഹെഡിങ് കൊടുക്കുക. വർക്ക് എക്സ്പീരിയൻസിൻ്റെ സെക്ഷൻ വരുമ്പോൾ അതിന് ഹെഡിങ് ആയിട്ട് വർക്ക് എക്സ്പീരിയൻസ് എന്നും കൊടുക്കേണ്ടതാണ്. അതുപോലെ ഇവിടെയും ടോപ്പിൽ നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസ് കഴിഞ്ഞ് നമ്മൾ ഗോൾസ്, ഓബ്ജക്റ്റീവ്സ് എന്നിവയൊക്കെ കൊടുക്കാം. അവിടെ നമ്മൾ ജോബ് ടൈറ്റിൽ അത് നമ്മൾ സ്പെസിഫൈ ചെയ്യുക. ഇവിടെയും എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, അതുപോലെ സർട്ടിഫിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, സ്കിൽസ്, പിന്നെ നമ്മൾ എന്തെങ്കിലും റിമാർക്കബിൾ ആയിട്ടുള്ള എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് നമ്മൾ നേടിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അവാർഡ്സോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ നേടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. അതുപോലെ എന്തെങ്കിലും പ്രോജക്ട്സ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. പിന്നീട് ഏതെങ്കിലും മാഗസീൻസിലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലോ നമ്മൾ എന്തെങ്കിലും മാറ്റേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇതേപോലെ സെക്ഷൻ വൈസ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നീട് നമ്മളെ ലാംഗ്വേജസ്, നമ്മളെ നേറ്റീവ് ലാംഗ്വേജ് ആണോ, നമുക്ക് അറിയാവുന്ന വേറെ ലാംഗ്വേജ്, അതിൻ്റെ പ്രൊഫഷ്യൻസി ലെവൽ നമുക്ക് എത്രത്തോളം അതറിയാം, എത്രത്തോളം ഫ്ലുവൻ്റ് ആണ് ഓരോ ലാംഗ്വേജിൽ, അതൊക്കെ നല്ല രീതിയിൽ നമുക്കിവിടെ കൊടുക്കാം. അതുപോലെ ഹോബീസിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഇൻട്രസ്റ്റും കൂടെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് റെഫറൻസ് വയ്ക്കാം. നമുക്കങ്ങനെ എന്തെങ്കിലും നല്ല റെഫറൻസുകൾ, ഈ കമ്പനിയുടെ ഓണർ നമ്മളെക്കുറിച്ച് ഒരു അഭിപ്രായം ചോദിക്കുമ്പോൾ നമ്മുടെ നല്ല രീതിയിലുള്ള നല്ല അഭിപ്രായങ്ങൾ ലഭിക്കത്തക്ക വിധത്തിൽ എന്തെങ്കിലുമൊക്കെ റെഫറൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള റെഫറൻസ് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഇവിടെ നമുക്ക് അവൈലബിൾ അപ്പോൺ റിക്വസ്റ്റ് എന്ന് നമുക്ക് കൊടുക്കാം. ഇത് സാധാരണയായി ഡ്രാഫ്റ്റ് ചെയ്ത് വരുമ്പോൾ 2 പേജിൽ കൂടുതലായി കാണാറുണ്ട്. കാരണം ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. ഇത് കൂടുതലും റിസർച്ച് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ CV കൊടുക്കാറുള്ളത്. പിന്നീട് ഫെലോഷിപ്പ് ആ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കും. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ജോബ് ആയാലും ഒരുപാട് വലിയ സ്ഥാപനങ്ങളിൽ ചിലപ്പോൾ CV കൊടുക്കേണ്ടതായിട്ട് വരും. എന്നാലും കൂടുതലും നമ്മൾ ഇൻ്റർനാഷണൽ ജോബ്സിനൊക്കെയാണ് CV യൂസ് ചെയ്യുന്നത്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മളൊരു CV തയ്യാറാക്കുമ്പോൾ അത് ATS ഫ്രണ്ട്ലി ആയിരിക്കണം. അപ്പോൾ അത്തരത്തിലൊരു റെസ്യൂമെ അല്ലെങ്കിൽ CV ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി സ്പെല്ലിംഗ് മിസ്റ്റേക്സോ ഗ്രാമർ മിസ്റ്റേക്സോ വരാതെ നമ്മൾ ശ്രദ്ധിക്കണം. അടുത്തതായി ജോബ് ഡിസ്ക്രിപ്ഷൻ നന്നായി വായിച്ചു നോക്കുക. അതിനകത്ത് ജോബ് ടൈറ്റിൽ കാണും. ആ സെയിം ജോബ് ടൈറ്റിൽ തന്നെ നമ്മുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ടോപ്പിൽ കൊടുക്കുമല്ലോ, അതിന് താഴെയായിട്ട് നമ്മൾ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻ ലൈനിൽ ഈ ജോബ് ടൈറ്റിൽ അതുപോലെ തന്നെ അതേ വേർഡ്സ് തന്നെ മെൻഷൻ ചെയ്യുന്നതാണ്. കാരണം ATS എന്ന സോഫ്റ്റ്വെയർ ഈ ജോബ് ടൈറ്റിൽ വെച്ചിട്ടായിരിക്കും സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ സെയിം ജോബ് ടൈറ്റിൽ ആ വേർഡ്സ് ഒന്നും തെറ്റാതെ അത് തന്നെ നമ്മൾ മെൻഷൻ ചെയ്യണം. അതുപോലെ ആ ജോബ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ വായിച്ചു വരുമ്പോൾ ഈ ജോലിക്ക് ഈ കമ്പനി ഏത് തരത്തിലുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളെയാണ് നോക്കുന്നത്, എന്ത് തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് അവർ നോക്കുന്നത്, സ്കിൽസ്, അതേപോലുള്ള കാര്യങ്ങളൊക്കെ അവർ അതിനകത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അത് തന്നെ നമ്മൾ നമ്മുടെ റെസ്യൂമെയിലും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പക്ഷേ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ പറയുന്നവയെല്ലാം നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നവരായിരിക്കണം. അല്ലാതെ നമ്മളവിടെ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് നമ്മൾ പറയാൻ പാടില്ല. ആ ഡിസ്ക്രിപ്ഷനിൽ ചോദിച്ചിരിക്കുന്നു എന്ന് കരുതി നമുക്കില്ലാത്ത ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ ഒന്നും വയ്ക്കാൻ പാടില്ല. അതുപോലെ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് സെക്ഷനിൽ മാനേജ്ഡ്, ഡെവലപ്ഡ്, അതായത് നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്തു, നമ്മളെ കൊണ്ട് സാധിച്ചു എന്ന് വരത്തക്ക വിധത്തിലുള്ള ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കണം. അതുപോലെ ഓരോ സെക്ഷന് മുകളിലായിട്ട് എഡ്യൂക്കേഷനെ സംബന്ധിച്ച് പറയുന്ന ആ പാരഗ്രാഫിന് മുകളിലായിട്ട് എഡ്യൂക്കേഷൻ എന്ന് കൊടുക്കുക. എക്സ്പീരിയൻസിൻ്റെ കാര്യങ്ങൾ പറയുന്ന പാരഗ്രാഫിന് മുകളിലായിട്ട് വർക്ക് എക്സ്പീരിയൻസ് എന്ന് കൊടുക്കുക. അങ്ങനെ സ്യൂട്ടബിൾ ഹെഡിങ്സും കൂടി കൊടുത്തു പോകണം. പിന്നീട് ഇതേപോലെ ഓരോ പോയിൻറ്റ്സും ഇങ്ങനെ ബുള്ളറ്റ് പോയിൻറ്റ്സ് ഉപയോഗിച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന റെസ്യൂമെ റീഡ് ചെയ്യാൻ നല്ല ഈസി ആയിരിക്കണം. അത്തരത്തിൽ വേണം നമ്മളത് ഡ്രാഫ്റ്റ് ചെയ്യാൻ. ലാംഗ്വേജ് ആയാലും നല്ല ക്ലിയർ ലാംഗ്വേജ് ആയിരിക്കണം, സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കണം. ടേബിൾസ്, ഗ്രാഫിക്സ്, ഇമേജസ്, അതുപോലെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഫോൺസ്, ഇപ്പോൾ കാലിബ്രി ബോഡി, അതുപോലെ ടൈംസ് ന്യൂ റോമൻ, ഏരിയൽ, അതൊക്കെ സ്റ്റാൻഡേർഡ് ഫോൺ സ്റ്റൈൽസാണ്. അപ്പോൾ ഇത് കൂടാതെ അല്ലാതെ വേറെ ഇതുപോലെയൊക്കെയുള്ള ഫോൺ സ്റ്റൈൽസ്, ഇത്തരത്തിലൊക്കെയുള്ള ഇങ്ങനെയുള്ള ഫോൺ സ്റ്റൈൽസ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്.
അതുപോലെ തന്നെ ഈ 4 സൈഡ്സിലും 1 ഇഞ്ച് മാർജിൻ, ഇപ്പോൾ ഇവിടെ 1 ഇഞ്ച് മാർജിനാണ്, അതുപോലെ ഈ സൈഡും 1 ഇഞ്ച് മാർജിനാണ്. അങ്ങനെ 4 സൈഡ്സും 1 ഇഞ്ച് മാർജിൻ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, സിംബൽസ് എന്നിവയൊക്കെ യൂസ് ചെയ്യാതിരിക്കുക. ഇവയൊക്കെ ചിലപ്പോൾ സിസ്റ്റം മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്ത് മറ്റെന്തെങ്കിലും സൈനായിട്ട് ചിലപ്പോൾ അത് എടുക്കാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ തന്നെ ടേബിൾസും ഗ്രാഫിക്സും ഇങ്ങനെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലും അത് ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ആ സിസ്റ്റത്തിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുവാനും അത് മറ്റെന്തെങ്കിലും തരത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അതൊക്കെ അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ നമ്മുടെ റെസ്യൂം അല്ലെങ്കിൽ CV ഭംഗിയാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഫോൺസും ഒരു ഫോൺ സ്റ്റൈലും ഒക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ അത് ഈ ATS കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഒരു CV അല്ലെങ്കിൽ റെസ്യൂമെ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അതൊക്കെ നമുക്കൊരു അഡ്വേഴ്സ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അടുത്തതായി ഡേറ്റ് ഫോമാറ്റാണ്. ഡേറ്റ് DDMMYYY എന്ന ഫോമാറ്റിൽ ഇങ്ങനെ സ്ലാഷ് ഇട്ടും കൊടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ഹൈഫൻ ഇട്ടും കൊടുക്കാവുന്നതാണ്. ഇനി ഇത്തരത്തിൽ നമുക്ക് കൊടുക്കാം. ഇവിടെ മന്തിൻ്റെ ഫുൾ നെയിം എഴുതണമെന്നില്ല. ഇപ്പോൾ ജാനുവരിക്ക് JAN അത്രയും എഴുതിയാൽ മതിയാകും. അങ്ങനെയും നമുക്ക് ഡേറ്റ് കൊടുക്കാവുന്നതാണ്. ഇതൊക്കെയാണ് സ്റ്റാൻഡേർഡ് ഡേറ്റ് ഫോമാറ്റ്സ്. ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് ആ സിസ്റ്റത്തിന് യാതൊരു കൺഫ്യൂഷനും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെ ഹെഡേഴ്സ്, ഫൂട്ടേഴ്സ് ഇതൊന്നും നമ്മൾ കൊടുക്കരുത്. ATS അത് റീഡ് ചെയ്യണമെന്നില്ല. റെസ്യൂമെ എപ്പോഴും ഒന്നുകിൽ വേർഡ് ഫോമാറ്റിലായിരിക്കണം, അല്ലെങ്കിൽ PDF ആയിരിക്കണം. അതുപോലെ തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത ശേഷം പലതവണ വായിച്ചു നോക്കി അതിനകത്ത് തെറ്റൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണ്. നമ്മളൊരു ജോബ് ആപ്ലിക്കേഷൻ ഓൺലൈനായി സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ ATS ഉപയോഗിച്ച് സ്കാൻ ചെയ്തെടുക്കുന്ന അത്തരത്തിലുള്ള കമ്പനീസ് ആകുമ്പോൾ നമ്മൾ അയക്കുന്ന ഈ ആപ്ലിക്കേഷൻ നേരെ ATS ഡേറ്റാബേസിലേക്കാണ് പോകുന്നത്. ഈ ഡേറ്റാബേസിൽ നിന്നാണ് HR ഡിപ്പാർട്ട്മെൻറ്റിലെ മാനേജറോ അതിൻ്റെ കൺസേൺഡ് പേഴ്സണൽ ഈ ഡേറ്റാബേസിൽ നിന്നാണ് സെർച്ച് ചെയ്ത് ഇൻ്റർവ്യൂവിന് അവർക്ക് വിളിക്കാൻ താല്പര്യമുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്. ഈ സോഫ്റ്റ്വെയറിൻ്റെ സെർച്ച് ബാറിൽ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്നത് പോലെ ആ സെർച്ച് ബാറിൽ അവർ ആ കീവേഡ്സ് ആയിരിക്കും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൻ്റെ ജോബിനുള്ള ആപ്ലിക്കേഷൻ ആണ് അവർ ക്ഷണിച്ചിരിക്കുന്നതെങ്കിൽ അവർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് അവർ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അതുപോലെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻസ്, എഡ്യൂക്കേഷൻ ആയാലും വർക്ക് എക്സ്പീരിയൻസ്, അതൊക്കെ അവരുടെ കീവേഡ്സ് അതായിരിക്കും അവർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഈ കീവേഡ്സ് എല്ലാം എന്തായാലും ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ അവർ കൊടുത്തിട്ടുണ്ടാവും. കാരണം അവർക്ക് അങ്ങനെയുള്ള ആൾക്കാരെയാണല്ലോ അവർക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ നന്നായി വായിച്ചു നോക്കി അതിനകത്തുള്ള വേർഡ്സ് മാക്സിമം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ATS എന്ന സിസ്റ്റം തന്നെ അവിടെ ലഭിച്ചിരിക്കുന്ന അതിൻ്റെ ഡേറ്റാബേസിൽ ലഭിച്ചിരിക്കുന്ന റെസ്യൂമെ സ്കാൻ ചെയ്ത് അത് തന്നെ അത് ഓരോ കാറ്റഗറി ആയിട്ട് തിരിക്കും. അതെല്ലാം ഈ കീവേഡ്സ് വെച്ചിട്ടാണ് സ്കാൻ ചെയ്യുന്നത്. ഒരു 80% അതിന് എബോവ് സ്കോറുള്ള റെസ്യൂമെ ആണെങ്കിൽ അതെന്തായാലും അങ്ങനെയുള്ള ആൾക്കാരെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതായിരിക്കും. 80% താഴെയാണ് സ്കോർ പോകുന്നതെങ്കിൽ ഭാവിയിൽ വരുന്ന വേക്കൻസീസിലേക്ക് കൺസിഡർ ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു 20%ഓ അതിന് താഴെയോ ആണ് നമ്മുടെ സ്കോർ ലെവൽ പോകുന്നതെങ്കിൽ ഇൻ്റർവ്യൂവിന് നമ്മളെ വിളിക്കാനായിട്ട് യാതൊരു സാധ്യതയും ഉണ്ടാകുന്നതല്ല. നമുക്കൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൻ്റെ റെസ്യൂമെയിൽ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അതിനകത്ത് നമുക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ്, ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ് എന്നിങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാം. അതുപോലെ കോഡിംഗ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, ഡേറ്റാബേസ് മാനേജ്മെൻറ്റിൽ MySQL, Oracle SQL, അതുപോലെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, സോഫ്റ്റ്വെയർ ടൂൾസ്, അതുപോലെ വെബ് ഡെവലപ്മെൻറ്റ്, അതിനകത്ത് ബൂട്ട് സ്ട്രാപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാം. വേർഷൻ കൺട്രോൾ, ഇങ്ങനെ ഇതേപോലെ ഉള്ള വാക്കുകളൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇതൊക്കെ ആയിരിക്കും പൊതുവേ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായി വരുന്ന കീവേഡ്സ്. എന്നാൽ ഇതിനുപരിയായി നമ്മളെപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതെന്തായാലും അവരുടെ ആ ആഡിൽ അല്ലെങ്കിൽ ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കാണും. അത് വായിച്ചു നോക്കി മാക്സിമം അത് തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം നമുക്ക് ഉണ്ടായിരിക്കണം. ക്വാളിഫിക്കേഷൻസ് ആയാലും വർക്ക് എക്സ്പീരിയൻസ് ആയാലും എല്ലാം ഉണ്ടായിരിക്കണം. അതുപോലെ ഇത് മറ്റൊന്ന് സെയിൽസ് മാനേജർ ആകുമ്പോൾ അതിനകത്ത് ആദ്യമായിട്ട് വേണ്ടുന്ന ഒരു എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അതുപോലെ ബിസിനസ് ഡെവലപ്മെൻറ്റ്, ടീം ലീഡർഷിപ്പ്,
ആക്സസ് ടു മൈക്രോസോഫ്റ്റ് ഓഫീസ് നമ്മളിപ്പോൾ പഠിക്കുന്നതാണ്. ഏതൊരു ഓഫീസ് റിലേറ്റഡ് വർക്കിനും അത്യാവശ്യം നമ്മൾ കമ്പ്യൂട്ടർ നോളജ് വേണം. അതുപോലെ അത് ഒരു ടൈപ്പിംഗ് നോളജും കാര്യങ്ങളും ഒക്കെ വേണം. എക്സലിൽ അത്യാവശ്യം ചെറിയ കണക്കുകളും മറ്റും ചെയ്യാനായിട്ട്. അതാണ് മൈക്രോസോഫ്റ്റ് ഓഫീസിൽ നോളജ് ഒരുവിധം എല്ലാ ജോലിക്കും നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്, മാർക്കറ്റ് റിസർച്ച് അല്ലെങ്കിൽ മാർക്കറ്റ് അനാലിസിസ് അങ്ങനെ കൊടുക്കാം. സെയിൽസ് ഫോർകാസ്റ്റിംഗ്, പ്രോഡക്റ്റ് മാനേജ്മെൻറ്റ്, ഈ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, കസ്റ്റമർ റിട്ടൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ റെസ്യൂമെയിൽ അല്ലെങ്കിൽ CV-യിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻ്റർവ്യൂ കോളിന് വേണ്ടിയിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുവാൻ സാധ്യത കൂടുകയാണ്. അത്തരത്തിലുള്ള ധാരാളം സാമ്പിൾസ് നമുക്ക് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. അത് ലഭിക്കാനായിട്ട് ജസ്റ്റ് നമ്മൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഇവിടെ സെർച്ച് ബാറിൽ റെസ്യൂമെ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീട് എൻ്റർ കീ പ്രസ് ചെയ്യുക. പിന്നീട് ഇമേജസ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ധാരാളം പല വിധത്തിലുള്ള ഇമേജസ് നമുക്ക് കാണാം. ഇതൊക്കെ ഓരോ സാമ്പിൾസ് ആയിട്ട് നമ്മൾ എടുക്കുക. അതിനുശേഷം നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ഡ്രാഫ്റ്റ് ചെയ്തെടുക്കുക. പക്ഷേ ഇവിടെ കാണുന്നത് പോലെ ഇങ്ങനെ ഫോട്ടോസും അതൊക്കെ അവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി. അല്ലാതെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഒരുപാട് ഡിസൈൻസും ടേബിൾസും ഒന്നും വെക്കേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെ വെക്കുമ്പോഴാണ് നമ്മുടെ CV ആയാലും റെസ്യൂമെ ആയാലും ഒക്കെ റിജക്റ്റഡ് ആകാനായിട്ട് സാധ്യത കൂടുന്നത്. ഇതേപോലെ പ്ലെയിൻ ആയിട്ടുള്ള മോഡൽസൊക്കെ നോക്കി മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അല്ല, CV ആണ് വേണ്ടതെങ്കിൽ ഇവിടെ CV എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ബയോഡേറ്റ ആണെങ്കിൽ ബയോഡേറ്റ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ കേട്ട ഈ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളുടെ രീതിയിൽ നമ്മളത് ഡ്രാഫ്റ്റ് ചെയ്തെടുക്കണം. ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. ക്ലാസ്സുകൾ കൂടുന്നതനുസരിച്ച് നമുക്ക് ഈ ക്ലാസ്സിനോട് ഒത്തുവരുവാനായിട്ട് ബുദ്ധിമുട്ട് വരും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ക്ലാസ്സുകളാണ്. തുടക്കത്തിലേ മനസ്സിലാക്കി വരികയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കെല്ലാം മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോസൊക്കെ ആർക്കെങ്കിലും പ്രയോജനപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഷെയർ ചെയ്യുന്നത് എനിക്കും ഒരു സപ്പോർട്ടാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തുടർന്നുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക.